Historically, they've all done that. Like, I feel like dad's played father to Mohanlal, sir. Are you serious? Yeah. തീർന്നു വച്ചാ കൊതിയുടെ കൊമ്പും കൊണ്ട് തീർന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പരിചയം. ആ ഒരു സൗഹൃദം ഈ പറഞ്ഞ പോലെ ഒരുമിച്ചൊരു ഉള്ളൊരു വളർച്ച. ഒരുപാട് സിനിമകളിൽ ഞാൻ ആദ്യമൊക്കെ വീണ്ടും വേഷങ്ങളാണ് ചെയ്യുന്നത്. എന്റെ കൂടെ 1-2 പടത്തിലൊക്കെ വില്ലനായിട്ട് വരുന്നത് പറ്റില്ലല്ലോ. അയ്യോ വില്ലനും നായകന്മാരായിട്ടും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര തവണ പേര് മാറ്റും? ഇൻസ്പെക്ടർ മോഹൻ. നമുക്ക് കൂടെ വന്ന് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടായി. നമ്മുടെ കൂടെ അഭിനയിച്ച ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, പലരും പോയവരുണ്ട്. സിനിമയിൽ ഒരു കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരു പേരായിരുന്നു. ഒരു പേരെന്ന് പറഞ്ഞാൽ 2 പേരുടെയും കൂടെ ചേർത്ത് ഒരു പേര്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയായി 4 പതിറ്റാണ്ടിനിടെ ഞങ്ങൾ ഒന്നിച്ചത് 53 സിനിമകളിൽ. എന്നെ സഹായിക്കണം സാർ. മറക്കില്ല മാഷേ, എനിക്ക് വേണ്ടി മാഷൻ ജീവൻ പണയം വെച്ചു. സൗഹൃദം അങ്ങനെ വളർന്ന് ഒരുപാട് സിനിമകൾ, ഏകദേശം 10-60 സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എന്റെ പൊന്നും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് വളരാൻ കഴിയുന്ന സ്നേഹബന്ധം. ലോകത്തൊരു ഭാഷയിലും ഇത്തരമൊരു ചലച്ചിത്ര കൂട്ടായ്മ ഉണ്ടായി കാണില്ല. ഇന്ന് ജോലി നഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുന്ന ആ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ നിങ്ങൾ ഒരുത്തനെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ മിസ്റ്റർ? ഈ നാട്ടിൽ അടിമപ്പണി ചെയ്ത കോടിക്കണക്കായ ജനതയെ മോചിപ്പിക്കാൻ യൂണിയൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിസ്മയമെന്നേ കരുതാനാവും. ഞാൻ വലിയ ഫാനാ കേട്ടോ. ആയിക്കോട്ടെ. ഈ സ്പടികം പോലത്തെ പടമൊക്കെ നല്ല ഇതായിരുന്നു. എന്റെ സഹോദരങ്ങൾ വിളിക്കുന്ന പോലെയാണ് ഞാൻ എന്നെ സംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഇശാഖ, പലരും അങ്ങനെ വിളിക്കുമ്പോഴും മറ്റുള്ളവർ ചുമ്മാ അങ്ങനെ ആലങ്കാരികമായിട്ട് വിളിക്കുമ്പോഴും എനിക്ക് അത്രത്തോളം സന്തോഷം തോന്നാറില്ല. ഞാൻ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നാം. എന്റെ സഹോദരങ്ങളിൽ ഒരാളെന്ന് തോന്നുന്നു. യു ആർ മൈ ബ്രദർ. ഈ ലോകത്ത് അനിലും രാജനും ഒക്കെ അങ്ങനെ നിസ്സാരമായി കടന്നു പോകാൻ വന്നവരല്ല. നമ്മൾ ഇനിയും കാണും, ആഘോഷിക്കും. ഇവൻ ഒരു എന്താ പറയാ, ഒരു ലവബിൾ റാസ്കലാണ്. പ്രിയപ്പെട്ട തെമ്മാടി. തർജ്ജമ ഓൾ റൈറ്റ്?